എന്റെ പൊന്ന് മക്കളെ, പനിയാണ് മക്കളെ. പേടിച്ചിട്ട് പനി പിടിച്ചു മക്കളെ. പനി പിടിച്ചിട്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റുന്നില്ല മക്കളെ. എന്താണ് പനി പിടിക്കാനുണ്ടായ റീസൺ എന്ന് നിങ്ങൾക്കറിയാമോ? +2 പഠിക്കുന്ന എൻ്റെ മകളുടെ സ്കൂളിലേക്ക് എൻ്റെ പരാതിയും കൊണ്ട് ഈ ഭൂമിയിലെ ഏറ്റവും പവിത്രമായ പതിവ്രതയായ ഒരു മഹതി വരാൻ പോവുകയാണ്. ഈ വരാൻ പോകുന്ന എന്ന് പറഞ്ഞിട്ടേക്കുന്ന വീഡിയോ എന്ന് പറയണത് എൻ്റെ പൊന്നു മക്കളെ, പടച്ച തമ്പുരാ സഹിക്കൂല. ഉള്ള തെളിവുകൾ മുഴുവൻ ഇട്ടും കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് കോടതിയിൽ കാണേണ്ടതല്ലേ പൊന്നെ. നീ മൊഴിയുണ്ടാക്കിയ ആ കേസിനല്ല, എന്നെ ഞാൻ കോടതിയിൽ വെച്ച് കാണും മോളെ. അതിനു മുമ്പ് നമ്മളൊരു കാഴ്ച കാണും. അന്ന് നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിച്ചില്ലെങ്കിൽ ഞാൻ പെണ്ണല്ല. എന്താണ് സംഭവം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒരു റേഷൻ കാർഡ് കഥയുണ്ട് മക്കളെ. ഒരു റേഷൻ കാർഡ് സ്റ്റോറി ഇവരുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. ഇവരെ കുടുംബത്തിൽ നടന്ന് ഇവരുടെ ആ കൊച്ചിന്റെ തന്ത്യാനിടപെട്ട് അവരുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരും മഹല്ലുകാരും പഞ്ചായത്തുകാരും എല്ലാരും കൂടി ഇടപെട്ട് റേഷൻ കാർഡിൽ ഒപ്പിട്ട് ഇവളുടെ മോളിനെ ഇവളുടെ അമ്മാന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. സംഭവം ഭയങ്കര ഗുരുതരമായ ഒരു കേസ് തന്നെയാണ്. സംഭവം ഇവർ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതാണോ എന്തിനാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്ന് പറയുന്നത് കൊച്ച് എവിടെയാണ്? ഇവരുടെ ഉമ്മാന്റെ അടുത്താണ്. ഈ ഉമ്മാന്റെ അടുത്താക്കിയതിന് എനിക്കെന്തൊരു പങ്കുണ്ടെന്നാണ് ഇവര് ധരിച്ചു വെച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനല്ലേ പറ്റൂ. എനിക്കൊരു പങ്കുമില്ല മോളെ, എനിക്കൊരു പങ്കുമില്ല. പിന്നെയുള്ള പങ്കെന്ന് പറയുന്നത് എൻ്റെ വീഡിയോകളാണ് ഇവരുടെ കളവുകൾ ശ്രദ്ധിക്കപ്പെട്ടതും ആ നാട്ടുകാര് ഇത് ശ്രദ്ധിച്ചതും. പിന്നെ ഇവർക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് അനധികൃതമായി പണം ഒഴുകുന്ന കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള പണമൊഴുക്കുകൾ നിന്നു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവസാനത്തെ വഴി എന്ന് പറയുന്നതാണ് ഇപ്പോൾ അടഞ്ഞുപോയ വഴി. അതിൽ എനിക്ക് യാതൊരു പങ്കും ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ മൊത്തത്തിൽ അത് സത്യമാവാൻ സാധ്യത കുറവാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം, ഇനിയൊരു റേഷൻ കാർഡ് സംഭവം നടന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ എന്തായാലും അതിൻ്റെ പേരിൽ ആ കുട്ടികളെ കൊണ്ടുപോയി അവർ മൊഴി ഒടിപ്പിക്കുകയോ പിന്നെ ഇവർക്ക് കൗൺസിലിംഗ് നടത്തുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഇതൊന്നും നമ്മളാരും വന്നിട്ട് പബ്ലിക്കിൽ പറഞ്ഞതല്ല. പബ്ലിക്കിൽ ഒരു കേസ് വരുന്ന സമയത്ത് അതിനെ കീറി മുറിച്ച് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇവർ വന്നിട്ട് എൻ്റെ മക്കളുടെ സ്കൂളിൽ വന്ന് എന്നെ കുറിച്ച് പരാതി പറയും. അതായത് ഞാൻ ക്രിമിനലാണ് എന്ന് ഇവർ പരാതി പറയും എന്നാണ് പറയുന്നത്. ക്രിമിനൽ രായമ്മയുടെ മക്കൾ ഈ സ്കൂളിൽ പഠിക്കണ്ട എന്ന്. മക്കൾക്ക് പഠിക്കുക എന്ന് പറയുന്ന +2 വരെയുള്ള വിദ്യാഭ്യാസം ഗവൺമെന്റ് എല്ലാ കുട്ടികൾക്കും നിർബന്ധമാക്കിയ കാര്യം ഈ മദാമ്മയ്ക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതായി. അതിന് ക്രിമിനലായിരുന്നാലും ആരായിരുന്നാലും മക്കൾ എന്ത് ചെയ്യണം? മക്കള് നിർബന്ധിത വിദ്യാഭ്യാസം നേടിയിരിക്കണം. എൻ്റെ മക്കൾ പഠിക്കുന്നത് നിർബന്ധിത വിദ്യാഭ്യാസം നേടുന്ന ഒരു സ്ഥാപനത്തിനാണ്, അല്ലാതെ സെറിൻ ഇന്റർനാഷണൽ കോളേജിലല്ല. സെറിൻ ഇന്റർനാഷണൽ കോളേജിലൊക്കെ ആണ് എങ്കിൽ നമുക്ക് അവിടെ ഇമേജിനെ ബാധിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതായത് കുട്ടിയുടെ പാരൻസിന്റെ ഹിസ്റ്ററിയൊക്കെ ആ സ്കൂളിന്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ സ്കൂളിൽ നിന്നൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? കുട്ടികളെ പുറത്താക്കിയേക്കാം. അവരെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ്, ചിലപ്പോൾ മാതാപിതാക്കളുടെ വഴിവിട്ട ബന്ധമൊക്കെ തന്നെ ആയിരിക്കും കാരണം. പക്ഷെ ഇവർ കുട്ടിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കാരണങ്ങളിൽ മാതാപിതാക്കളുടെ വഴിവിട്ട ബന്ധമോ ക്രിമിനൽ ആക്ടിവിറ്റിയോ ഒന്നും അവർ എഴുതി ചേർക്കൂല. കാരണം ഈ കുട്ടിക്ക് മറ്റൊരു സ്കൂളിൽ ചെന്നിട്ട് ചേരേണ്ടതാണല്ലോ. ഇപ്പൊ കുട്ടിയുടെ ഇമേജിനെ ബാധിക്കാത്ത തരത്തിൽ അവര് എഴുതി കൊടുക്കുന്നു. പക്ഷെ മാനേജ്മെന്റ് സ്കൂൾ, അണ്ടർ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ എന്ന് പറയുന്നത് നിർബന്ധിത വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടണമെന്നുള്ളതാണ്.
ഇതിനേക്കാളൊക്കെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു കുട്ടി സ്കൂളിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഏതെങ്കിലും അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത, സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്ത, ഏതെങ്കിലും പിന്നെ അഴിഞ്ഞാടി കിടക്കുന്ന ഏതെങ്കിലും തെരുവ് വേഷങ്ങളൊക്കെ കയറി ഇറങ്ങി കുട്ടികളുടെ മേലെ കുതിര കയറാൻ വേണ്ടിയിട്ട് പാടില്ല, പറ്റൂല, അതിന് പറ്റൂല. അതിനൊക്കെ ഉള്ള നിയമങ്ങളെന്ന് പറയുന്നത് സ്കൂളിൽ തന്നെ ഉണ്ട്. ഒരു സാധാരണ മനുഷ്യൻ പോയി ഒരു കംപ്ലൈന്റ് കൊടുത്താലാണ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ അതിനെ ബാധിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് എന്ന് പറയുന്നത്, എൻ്റെ മോൾ എന്ന് പറയുന്നത് 18 വയസ്സായ ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് എവിടെ വേണമെങ്കിലും പോയി ഇൻഡിപെൻഡന്റ് ആയിട്ട് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിലൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്ത, റിലേറ്റഡ് അല്ലാത്ത ഒരു പൗരനായിട്ടുള്ള എൻ്റെ കുഞ്ഞിൻ്റെ നേരെ, എൻ്റെ കുട്ടിയുടെ നേരെ പോയി കഴിഞ്ഞാൽ അവൾ എന്താണ് ചെയ്യാൻ പോണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ കിടന്ന് മോങ്ങിയിട്ടും കരഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. വെറുതെ എൻ്റെ അമ്മേനൊന്നും നോണ്ടിയനാണ് ഞാൻ ഈ വലിച്ചു പൂച്ച് നിലത്തിട്ട് ഇമാതിരി അടി അടിക്കണം. ഈ അടി എന്ന് പറയുന്നത് തീരൂല, എന്ത് ഭീഷണിപ്പെടുത്തിയാലും തീരൂല. അപ്പൊ അതുപോലെ എൻ്റെ മക്കളാണ്, എൻ്റെ അമ്മേനെ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിട്ട് ഇമാതിരി അടി അടിക്കുമ്പോ എന്നെ പറഞ്ഞേൻ എൻ്റെ മക്കൾ അടിച്ചു തുടങ്ങിയാലത്തെ അവസ്ഥേനെ കുറിച്ച് ഭയങ്കരം തന്നെ. എന്തായാലും ആരൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മക്കളുടെ സ്കൂളിൽ ഇവള് പോയാൽ എനിക്ക് നാണക്കേടല്ലേന്ന്. എൻ്റെ പൊന്നി ചങ്ങായികളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവളുടെ ചരിത്രം എന്ത്, എൻ്റെ ചരിത്രം എന്ത്, ഇവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ത്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത്. ഇവളുടെ നാട്ടുകാര് പോലും ഇവക്ക് വേണ്ടി സപ്പോർട്ട് പറയില്ല. എൻ്റെ നാട്ടുകാരെന്ന് പറയണത് എനിക്ക് വേണ്ടി ജീവൻ തരാൻ പോലും തയ്യാറായിട്ടുള്ള എൻ്റെ നാട്. എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ഫർലോങ് ഒന്നും അകലമില്ല, ഒരു കാലെടുത്ത് വെച്ചാൽ അവിടെയാണ് എൻ്റെ മോള് പഠിക്കുന്ന സ്കൂള്. എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ വന്നിട്ട് വെറുതെ പോകുന്ന ഇനി അതവിടെ നിൽക്കട്ടെ, അതൊക്കെ എന്ന് പറയുന്നത് അത് നമുക്ക് പിന്നീട് പേഴ്സണലായിട്ട് തീർക്കേണ്ടുന്ന കാര്യമാണ്. പക്ഷെ ഒരു സ്കൂളിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, നമ്മളൊരു സ്കൂളിൽ പോയി അക്രമം കാണിച്ചാലത്തെ അവസ്ഥ എന്താണ്, ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി തന്നെ പരാതി കൊടുത്താലത്തെ അവസ്ഥ എന്താണ്, ആ കുട്ടിയുടെ സ്കൂളിൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറുന്ന ആളുകൾക്ക് എന്താണ് ശിക്ഷ. എന്നിട്ട് ഒരു ഓഞ്ഞ ഡയലോഗും കൂടി, ചാനലുകാരെ എല്ലാം കൂടി ഇങ്ങ് കൊണ്ടുവരുമെന്ന്. നീ ചാനലുകാരെ കൊണ്ടുവരണ്ട, ആ സമയമാകുമ്പോൾ അവിടെ ചാനലുകാർ വരും, മനസ്സിലായില്ലേ? നീ അവിടെ വന്ന് കിടന്ന് കോപ്രായം കാണിക്കുമ്പോൾ അവിടെ ചാനലുകാർ വരും. ചാനലുകാരെ കൊണ്ട് നിന്റെ കേസ് ഞാൻ എടുപ്പിക്കും മോളെ. ഇമാതിരി നിന്റെ കഥ ഞാൻ യൂട്യൂബിൽ ഞാൻ കൊണ്ടുവന്നിട്ട് അലക്കിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ കേരളം നിന്റെ കഥ സംസാരിക്കുന്ന തരത്തിൽ ഞാൻ കൊണ്ടുവന്ന് എത്തിക്കും. അപ്പൊ ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ എൻ്റെ മോൾക്ക് എന്തെങ്കിലും നാണക്കേടുണ്ടാകുന്നു. ഞാനൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്, മാന്യമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോസും ഇവളുടെ വീഡിയോസും കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും എൻ്റെ മക്കൾക്ക് ഒരിക്കലും ഞാനൊരു അപമാനം ആവില്ല. ആവാതിരിക്കാനാണല്ലോ ഞാൻ ഇത്രയും കഠിന പരിശ്രമം നടത്തി, എൻ്റെ വായിൽ നിന്ന് ഒരു മുത്തുച്ചിപ്പി പോലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഠിന പരിശ്രമം നടത്തണം. ഇതൊന്നും അല്ലടെ, എൻ്റെ ഭർത്ത ഭാഷയൊക്കെ എനിക്കറിയാടെ. എന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കണം എന്തിനെന്നറിയോ? എൻ്റെ മക്കളെ ഓർത്തിട്ടാ, എൻ്റെ ഭർത്താവിനെ ഓർത്തിട്ടാ. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാപനത്തിൽ പോകുന്നു. എടി നീ പോടി ടെക്നോ പാർക്കിൽ, നീ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാപനത്തിൻ്റെ വാതിക്കല് വെള്ളരിപ്രാവ് കണ്ണ് കൊണ്ട് അടിച്ച് പൊട്ടിക്കും. മോളെ ടെക്നോ പാർക്കിൽ എൻ്റെ മോളൊന്ന് പോയി കാണിച്ചാണ്, കാണട്ട് നോക്കട്ട്. ഇനി വേറൊന്നെന്ന് പറയുന്നത്, ആലുവയിൽ പോകുന്നു, കുറെ കാലമായി പോകുന്നു കേട്ടാ, കുറെ കാലമായി. അല്ല, ഈ ആലുവയിൽ ആരും ഇവിടെ തന്തയുണ്ടാ? എടി എന്നെ കാണാൻ വരണമെങ്കിൽ എൻ്റെ വീട്ടിലാണെടി വരേണ്ടത്. നിനക്ക് എന്നെ എന്താ അത്ര പേടിയാണ്? ഞാൻ നിന്നെ ഒന്നും ചെയ്യൂലടി, നിന്റെ മുട്ടിന്റെ താഴെ അടിച്ച് പൊട്ടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് കേസ് വന്നാലും ശരി തന്നെ. അത് നീ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചങ്കട കിടക്കരുത്, എൻ്റെ വീട്ടിൽ വരണം. എൻ്റെ വീട്ടിലും വരണമെന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ ശംഖുമോത്ത് വാ, അവിടെ ഞാൻ കാണും. നീ പറയണ സമയം, പറയണ സ്ഥലം, ശംഖുമുഖം വാ. അല്ല വേണ്ട,
പള്ളിയുടെ നടയിൽ അതൊക്കെ എന്ന് പറയുന്നത് അതൊക്കെ മോശമല്ലേ മോളെ? അതൊക്കെ ഒരു ആരാധനാലയം അല്ലേ? പള്ളിയുടെ പുറത്ത് നീ വാ, നിന്റെ മുട്ടം കാലി ഞാൻ തല്ലി ഒടിക്കും, അതിലൊരു സംശയവും ഇല്ല മോളെ. അതെന്തിനാണ് എന്നുള്ളത് ഞാൻ തല്ലി ഒടിക്കുന്ന സമയത്ത് ഞാൻ പറയാം. നീ ഗർഭിണി ആയിരുന്നാലും നീ എന്ത് തേങ്ങയായിരുന്നാലും എന്റെ മുട്ടം കാല് ഞാൻ തല്ലി ഒടിക്കും. അയച്ചെന്ന് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാവല് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് അടിക്കാൻ പറ്റൂല. അത് നിയമപാലകരല്ലേ മോളെ? നിയമപാലകരുടെ മുന്നിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിന്നെ ഞാൻ എന്തിനാണ് അടിക്കുന്നത് എന്നുള്ളത് ഞാൻ നിന്നെ അടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞോണ്ടടിക്കും. മനസ്സിലായ? അത് ചിലപ്പോൾ ക്രിമിനൽ കേസായിട്ടൊക്കെ ചിലപ്പോൾ വന്നേക്കാം. ആ ഒരു കേസ് എൻ്റെ പേരിൽ ചിലപ്പോൾ വന്നേക്കാം. അല്ലാതെ മോളെ ഒരുപാട് പേര് എൻ്റെ പേരിൽ കോടതി കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ട്, സൈബർ സെല്ലിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്ത കേസിൻ്റെയൊക്കെ ആൾക്കാരെ ഞാൻ ക്രിമിനലാക്കിയവരാണ്. അവരുടെ ക്രിമിനൽ ആക്ടിവിറ്റി എന്താണ് എന്നുള്ളത് ആ പോലീസുകാർക്ക് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പേരിൽ നിലവിൽ യാതൊരു കേസുമില്ല. നിലവിൽ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാള് എന്നുള്ള നില തന്നെയാണ് എൻ്റെ നിലവിൽ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ. യാതൊരു കേസും എൻ്റെ പേരിലില്ല, എൻ്റെ മക്കളുടെ പേരിലില്ല, എൻ്റെ ഭർത്താവിൻ്റെ പേരിലില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ കയറാറുമില്ല, പോവാറുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ പോവേണ്ടുന്ന ഒരവസ്ഥ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പൊന്നാര മോളെ, ഞാൻ ക്രിമിനലാണ് എന്ന് നിനക്ക് തെളിയിക്കാൻ നീ കുറെ പാടുപെടും. പിന്നെ ഇത് വേണമെങ്കിൽ എടുത്തു വെച്ചോ, നിന്റെ മുട്ടം കാലം ഞാൻ തല്ലി ഒടിക്കും എന്നുള്ള ആ ഒരു വോയിസ് നീ എടുത്തു വെച്ചോ. അത് ഞാൻ തല്ലി ഒടിക്കും. നീ എൻ്റെ നാട്ടിൽ വന്നാൽ, എൻ്റെ വീട്ടിൽ വന്നാൽ, എൻ്റെ ഓണറിന്റെ അടുത്ത് വന്നാൽ, പിന്നെ വേറെ എവിടെ പോകുന്ന കാര്യം അതും ചിലപ്പോൾ മുട്ടുകാലി തല്ലി ഒടിച്ചേക്കാനുള്ള സാഹചര്യവും അവസ്ഥയൊക്കെ ഉണ്ട്. പുന്നാരമോളെ, നീ എന്തോ അവളടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള മരുന്ന് അവളും നിനക്ക് തരും. അപ്പൊ അതൊന്നും നമുക്ക് ബാധകമല്ല. ഇതെന്ന് പറയുന്നത് നീ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പോലും ഒന്നും ചെയ്യേണ്ടി വരൂല. സ്കൂളിലെന്ന് പറഞ്ഞാൽ സ്കൂളിന് വേറൊരു നിയമമാണ്. കാരണം എന്താണ്? അത് പബ്ലിക് പ്രോപ്പർട്ടിയാണ് മോളെ. സ്കൂൾ എന്ന് പറയുന്നത് എന്തുവാ? പബ്ലിക് പ്രോപ്പർട്ടി. അവിടെ വന്നിട്ട് സ്വന്തം കുഞ്ഞിനെ പീഡിപ്പിച്ചതിന്റെ പേരിൽ കേസുള്ള ഒരുത്തി സ്വന്തം മകളെ ഇവളുടെ അടുത്ത് നിന്ന് മാറ്റി താമസിപ്പിച്ചിരിക്കുന്ന ഒരുത്തി എൻ്റെ മോളുടെ സ്കൂളിൽ വന്ന് താണ്ഡവം കളിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളുകാർ വെറുതെ വിടുവോ? എന്താ പറയാ, എൻ്റെ കയ്യിലൊന്നും ഒതുങ്ങുന്ന കേസായിരിക്കില്ല. ഞാൻ സ്കൂളുകാരോടെ തന്നെയല്ലേ നിക്കോളൂ. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് നാണക്കേടുള്ള വിഷയമൊന്നുമല്ല. ഞാൻ 5-6 കെട്ടി ആഴ്ചയിൽ എൻ്റെ മക്കളെ കൊണ്ട് ആരെയും ബാപ്പാന്നൊന്നും ഞാൻ വിളിപ്പിക്കാറില്ല. വളരെ മാന്യമായിട്ട് എൻ്റെ കുടുംബത്തെ, എൻ്റെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കതിൽ യാതൊന്നും തന്നെ പറയാനില്ല. സത്യത്തിൽ നിന്റെ അസുഖം എന്താണ്? നിന്റെ അസുഖത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ബിഴുങ്കസ്യായ, ഊമ്പസ്യായ, പിന്നെ ഗർഭസ്യായ, പിന്നെ എന്തോ ഒരു ഇത് പറയുമല്ല, അസൂയസ്യായ, പിന്നെ അങ്ങനെയുള്ള എന്തോ ഒരു സയന്റിഫിക്കലി നിന്റെ രോഗത്തിന്റെ പേര് എന്ന് പറയുന്നത് വേറെ എന്തൊക്കെയോ ആണ് മോളെ. അതായത് നീ അവിഹിതം നടത്തും, എന്നിട്ട് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെ തലയിൽ അത് കെട്ടിവെക്കും. എന്നിട്ട് നീ എന്ന് പറയുന്നത് കല്യാണം കഴിച്ച് പതിവ്രതയോടുകൂടി ജീവിക്കുന്ന മഹതി. ഈ മഹതി എവിടെയാണ് പോകുന്നത്? 18 വയസ്സുള്ള ഒരു പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിൽ. നീ ഒന്ന് പോയി കാണിക്കണോടി പന്നലവിലാതി. നീ എന്തോ വിചാരിച്ചപ്പോ സത്യത്തിൽ നീ വല്ല സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടുണ്ടാ? കൂടെ വരുന്ന ആളെന്താണ്? നിന്റെ വീഡിയോകളിൽ തന്നെ ആ പുള്ളിക്കാരന്റെ ക്രിമിനലിസം നീ വെളിവാക്കിയിട്ടുണ്ട് അല്ലേ? എടാ, നമ്മൾ പ്രായമായ ഒരാളുടെ പേരിൽ കേസ് കൊടുത്ത പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ കോടതിയിലൊക്കെ കേസ് കൊടുക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നേക്കാൾ എൻ്റെ 23-ാമത്തെ വയസ്സിലാണ് ഞാൻ പ്രസവിക്കുന്നത്. എൻ്റെ മോൾക്ക് ഇപ്പോൾ 18 വയസ്സ്. എന്നേക്കാൾ അപ്പോൾ എത്ര വയസ്സിൻ്റെ ഇളയത്? 18 വയസ്സിന് ഇളയതായിട്ടുള്ള എൻ്റെ മോളുടെ സ്കൂളിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുമെന്ന്. എന്നിട്ട് അവരെന്നെ തൂക്കി കൊല്ലുമെന്ന. നീ എൻ്റെ മോളുടെ സ്കൂളിൽ കാലെടുത്ത് വെച്ചാൽ ഈ കേരളത്തിലെ ന്യൂസ് ചാനലുകളിൽ നിന്റെ താണ്ഡവം ഞാൻ അന്തിച്ചർച്ചയ്ക്ക് വെക്കും. ഇത് പറയണത് നീയല്ല, ഞാൻ നീ പറയും പോലെയല്ല. ഞാൻ പറഞ്ഞതെല്ലാം ചെയ്തു കാണിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ മകളുടെ സ്കൂളിലേക്ക് നീ വന്നിട്ടുണ്ടെങ്കിൽ
അന്നത്തെ രാത്രിത്തെ നിന്റെ അറോറ ചാനലിലോ മുത്തുച്ചിപ്പി ചാനലിലോ ഒക്കെ നീ നടത്തണ അന്തിച്ചർച്ചയല്ല, ഞാൻ നടത്തിക്കും. കേരളത്തിലെ ന്യൂസ് ചാനലുകളിൽ നിന്റെ കഥ ഞാൻ പാടിപ്പിക്കും. മനസ്സിലായ? ഇത് വെറും വാക്കാണെന്നൊന്നും മോള് വിചാരിക്കണ്ട. ഇത് പറയണത് ബീനാണെങ്കിൽ ചെയ്തും കാണിക്കും.